ഹായ് മക്കളെ, +2 കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ചാപ്റ്ററിൽ നിന്നും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കേണ്ട +2 കെമിസ്ട്രിയിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളെ കുറിച്ചാണ് മക്കളെ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ ചാപ്റ്ററാണ് നിങ്ങൾക്കറിയാം സൊല്യൂഷൻസ്. അതിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങൾ മൊളാരിറ്റിയെ കുറിച്ച്, അതിൻ്റെ ഇക്വേഷനും അത് കാണൽ എങ്ങനെയെന്ന് പഠിക്കണം, മൊളാലിറ്റി പഠിക്കണം, അതുപോലെ തന്നെ ഹെൻറീസ് ലോ. എന്താ ഹെൻറീസ് ലോ? പ്രഷർ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സോലിബിലിറ്റി, അത് പഠിക്കണം. റൗൾസ് ലോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുമായി ബന്ധപ്പെട്ടിട്ട് ഐഡിയൽ ആൻഡ് നോൺ ഐഡിയൽ സൊല്യൂഷനെ കുറിച്ച് മക്കളെ നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. അസിയോട്രോപ്പുകളെ കുറിച്ചും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയണം. അസിയോട്രോപ്പുകൾ, മിനിമം ബോയിലിങ്ങും മാക്സിമം ബോയിലിംഗ് ഒക്കെ ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട ടോപ്പിക്കാണ്. ഇനി കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയിൽ 4 ഉള്ളത്. ആരൊക്കെയാ 4? റിലേറ്റീവ് ലോവറിംഗ് ഓഫ് വേപ്പർ പ്രഷർ, എലവേഷൻ ഇൻ ബോയിലിംഗ് പോയിന്റ്, ഡിപ്രഷൻ ഇൻ ഫ്രീസിംഗ് പോയിന്റ് ആൻഡ് ഓസ്മോട്ടിക് പ്രഷർ. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയെ കുറിച്ചും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. അവിടെ നിന്നൊരു പ്രോബ്ലമാണ് പരീക്ഷയ്ക്ക് ചോദിക്കുക. ഈ 4 കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോബ്ലമാണ് മക്കളെ എക്സാമിന് ചോദിക്കുക. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സൊല്യൂഷനിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇത് നിർബന്ധമായിട്ടും പഠിക്കണേ. ഈ ഒരു ഏരിയയിൽ നിന്നായിരിക്കും നിങ്ങളുടെ എക്സാമിന് ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ഓക്കെ, അടുത്തതാണ് ഇലക്ട്രോ കെമിസ്ട്രി. നിങ്ങൾക്കറിയാം വലിയൊരു ചാപ്റ്ററാണ് ഇലക്ട്രോ കെമിസ്ട്രി. പക്ഷേ അതിൽ മക്കൾ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട കാര്യങ്ങൾ, ഒന്ന് ഡാനിയൽ സെല്ല് എങ്ങനെ പഠിക്കണം എന്നറിയോ? ആ ഡാനിയൽ സെല്ലിൻ്റെ ചിത്രം വരയ്ക്കാൻ അതിൻ്റെ റിയാക്ഷൻസ് പഠിക്കണം, വളരെ ഇമ്പോർട്ടൻ്റാണ്. അതുമാത്രമല്ല ആ ഡാനിയൽ സെല്ലിൻ്റെ റെപ്രസെൻറ്റേഷൻ എങ്ങനെയാണെന്ന് കൂടി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം. ഒരു ഡാനിയൽ സെല്ല് അല്ലെങ്കിൽ ഒരു സെല്ലിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് മക്കളെ നേൺസ്റ്റ് ഇക്വേഷൻ. അറിയുന്ന കാര്യമാണ്, വളരെ സിമ്പിളാണ് നേൺസ്റ്റ് ഇക്വേഷൻ. ഷി എന്താ? സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡിനെ കുറിച്ച് പഠിക്കണം. സ്റ്റാൻഡേർഡ് ഹൈഡ്രജൻ ഇലക്ട്രോഡ്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി? അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമെന്നുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് നോക്കി വെക്കേണ്ട കാര്യമാണ്. പിന്നെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി λm0, അതുമായി ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്കൊരു ലോ പഠിക്കാനുണ്ട്. ആ ലോയുടെ പേരാണ് മക്കളെ കോൾഡ്രാഷസ് ലോ. എന്താ പഠിക്കാനുള്ളത്? കോൾഡ്രാഷസ് ലോ. എന്താ കോൾഡ്രാഷസ് ലോ? അറിയാം. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അയാളുടെ ആനയോണുകളുടെയും കാറ്റയോണുകളുടെയും സമ്മാണ് എന്ന് പറയുന്നതാണ് മക്കളെ കോൾഡ്രാഷസ് ലോ. പിന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ഫാരഡേന്റെ ഫസ്റ്റ് ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ. പിന്നെ ബാറ്ററി, കൊറോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ വളരെ പ്രധാനമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? പഠിക്കേണ്ട ടോപ്പിക്കുകളാണ്. അപ്പോൾ ഡാനിയൽ സെല്ല്, നേൺസ്റ്റ് ഇക്വേഷൻ, മോളാർ കണ്ടക്ടിവിറ്റി, ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, കോൾഡ്രാഷസ് ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ, ബാറ്ററി, കൊറോഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ മക്കളെ നിങ്ങൾ വളരെ പ്രധാനമായിട്ടും പഠിച്ചു വെക്കേണ്ട ടോപ്പിക്സ് ആണ്. ഓക്കെ ആണല്ലോ? റെഡി? ബാറ്ററിയിൽ മക്കളെ ഒരു കാര്യം നോക്കണേ. ബാറ്ററിയിൽ ഏതൊക്കെ പഠിക്കണം എന്നറിയോ? പ്രധാനമായിട്ടും നിങ്ങൾ ഇവിടെ പഠിക്കേണ്ട ഒരു സെല്ല് H2O2 ഫ്യൂവൽ സെല്ലാണ്. ഇതെപ്പോഴും ചോദിക്കുന്ന കാര്യമാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മറക്കരുത്. H2O2 ഫ്യൂവൽ സെല്ല്. ബാക്കി മെർക്കുറി സെല്ലും ഡ്രൈ സെല്ലും ലെഡ് സ്റ്റോറേജ് ബാറ്ററി ഒക്കെ ഉണ്ട്. പക്ഷെ നിങ്ങൾ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് H2O2 ഫ്യൂവൽ സെല്ലാണ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, നെക്സ്റ്റ് കെമിക്കൽ കൈനറ്റിക്സ്. ഇതിൽ എപ്പോഴും ചോദിക്കാറുള്ളത് റേറ്റ് ലോ. അതിൽ നിന്ന് ഓർഡറും മോളിക്കുലാരിറ്റിയും കാണാൻ അവിടെ ഒരു കാര്യം കൂടി നിങ്ങൾ പഠിച്ചു വെക്കണം മക്കളെ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ അതുകൂടി ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷൻ ഉണ്ടല്ലോ, അതൊന്ന് നിങ്ങളെല്ലാവരും പഠിച്ചു വെക്കേണ്ട കാര്യമാണ്. അതേപോലെ അവിടെ നിന്ന് ചോദിക്കുന്ന വേറൊരു കൺസെപ്റ്റാണ് ഹാഫ് ലൈഫ്. ഇൻ്റഗ്രേറ്റഡ് റേറ്റ് ഇക്വേഷനും ഹാഫ് ലൈഫും പഠിക്കണം. അറീനിയസ് ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ്. അതുപോലെ തന്നെ സ്യൂഡോ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ അല്ലെങ്കിൽ സ്യൂഡോ ഓർഡർ റിയാക്ഷൻ എന്നുള്ള ടോപ്പിക്കും ഈ കെമിക്കൽ കൈനറ്റിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് എപ്പോഴും ക്വസ്റ്റ്യൻ വരുന്ന മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്. ഓക്കെ, നെക്സ്റ്റ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ് ഒരു ചെറിയ ചാപ്റ്റർ. അതിൽ ആ ഡി ബ്ലോക്ക് എലമെന്റുകളുടെ, ട്രാൻസിഷൻ എലമെന്റുകളുടെ പ്രോപ്പർട്ടീസ് മക്കളെ എല്ലാവരും ഒന്ന് സെറ്റാക്കി വെക്കണേ. പ്രോപ്പർട്ടീസ് ഓഫ് ഡി ബ്ലോക്ക് എലമെന്റ്സ് അതിലെപ്പോഴും ചോദിക്കാറ് കളേർഡ് കോമ്പൗണ്ടിന്റെ ഫോർമേഷൻ, അതുപോലെ തന്നെ കാറ്റലിസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നതിനുള്ള റീസൺ എന്താണ്, വേരിയബിൾ
ഓക്സിഡേഷൻ നമ്പർ കാണിക്കും. ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാനമായിട്ട് നിങ്ങളെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. മാഗ്നറ്റിക് പ്രോപ്പർട്ടി പഠിച്ചിരിക്കണം. അതേപോലെ തന്നെ എപ്പോഴും ചോദിക്കുന്നതാണ് അലോയ്. ഇതൊക്കെയാണ് മക്കളെ നിങ്ങളുടെ മനസ്സിലുണ്ടാവേണ്ട പ്രോപ്പർട്ടീസ്. പിന്നെ K2Cr2O7 നിങ്ങൾക്കറിയാം, പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അയാളുടെ പ്രിപ്പറേഷനും 2 അയോണുകളുടെ സ്ട്രക്ചറും, ക്രോമേറ്റും ഡൈക്രോമേറ്റ് അയോണിൻ്റെ സ്ട്രക്ചറും അവിടെ നിന്നൊന്ന് നോക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റിൻ്റെ പ്രിപ്പറേഷനും അതുപോലെ തന്നെ മാംഗനീസ് അയോണിൻ്റെയും മാംഗനേറ്റ് അയോണിൻ്റെയും സ്ട്രക്ചർ കൂടി അവിടെ നിന്ന് പഠിച്ചു വെക്കുന്നത് വളരെ നല്ല കാര്യമാണ്. പിന്നെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ. ഈ ചാപ്റ്ററിൽ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യനാ ആര് മക്കളെ? ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്ന ആള്. അത് മാത്രല്ലടാ, മിഷ് മെറ്റൽ. നിങ്ങളുടെ ലാന്തനോയിഡിൻ്റെ ഒരു അടങ്ങിയ അലോയ് അല്ലെങ്കിൽ മിഷ് മെറ്റൽ, അത് വളരെ ഇമ്പോർട്ടൻ്റാ, ചോദിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ. ഈ ടോപ്പിക്കുകളാണ് നിങ്ങൾ ഈ ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ടത്. ഏത് ചാപ്റ്ററിലാണ്? ഡി ആൻഡ് എഫ് ബ്ലോക്ക് എലമെന്റ്സിൽ. അടുത്തത് വലിയൊരു ചാപ്റ്ററാ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ്. അതിൽ ആദ്യം നിങ്ങൾ ലിഗാൻഡുകളുടെ ടൈപ്പ്, ഫോർ എക്സാമ്പിൾ മോണോഡെൻഡേറ്റ്, ബൈഡെൻഡേറ്റ്, ആംബിഡെൻഡേറ്റ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ആളുകളാണ്, ലിഗാൻഡുകളുടെ ടൈപ്പ്. പിന്നെ നോമെൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട്സ് നിങ്ങൾക്കറിയുന്ന കാര്യമാണ്. നോമെൻക്ലേച്ചർ ഓഫ് കോർഡിനേഷൻ കോമ്പൗണ്ട് എന്തായാലും പഠിച്ചിരിക്കണം. ഐസോമറിസം, ജിയോമെട്രിക്കൽ ഐസോമറിസവും സ്ട്രക്ചറൽ ഐസോമറിസവും ഉണ്ട്, അത് രണ്ടും പഠിക്കണം. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് സിസ്-ട്രാൻസ് ഐസോമറിസം ഉണ്ട്, അതുപോലെ തന്നെ ഫേസ് മെർ ഐസോമറിസം. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റാ. സിസ്-ട്രാൻസ് ഐസോമറിസവും അതുപോലെ തന്നെ ഫേസ് മെർ ഐസോമറിസവും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. ഇനി വേർണേഴ്സ് തിയറി നിങ്ങൾക്കറിയാം, പ്രൈമറി വാലൻസി സെക്കൻഡറി വാലൻസിയെ കുറിച്ച് പറയുന്ന തിയറിയാണ്. VBT ആരടാ? വാലൻസ് ബോണ്ട് തിയറി. CFT ആരാ? ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി. CFTയിൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറിയിൽ നിങ്ങൾ പഠിക്കേണ്ട 2 കാര്യങ്ങൾ, ടെട്രാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലും പഠിക്കണം, അതേപോലെ തന്നെ മക്കളെ ഒക്ടാഹിഡ്രൽ കോംപ്ലക്സിൻ്റെ കേസിലും നിങ്ങൾ പഠിക്കേണ്ട ആളാണ് CFT, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് തിയറി എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. കോർഡിനേഷൻ കോമ്പൗണ്ടിൽ നിങ്ങളുടെ മനസ്സിൽ വരേണ്ട കാര്യങ്ങൾ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കടാ, ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസിൽ നിങ്ങൾ പഠിക്കേണ്ട റിയാക്ഷൻസ്, ഫിംഗൽസ്റ്റീൻ റിയാക്ഷൻ, സ്വാർട്സ് റിയാക്ഷൻ പഠിക്കണം. വുഡ്സ് റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ഈ 3 എണ്ണം. വുഡ്സ് റിയാക്ഷൻ, അതുപോലെ തന്നെ ഫിറ്റിഗ് റിയാക്ഷൻ, വുഡ്സ് ഫിറ്റിഗ് റിയാക്ഷൻ, ഡോവ്സ് പ്രോസസ്, സാൻമയേഴ്സ് റിയാക്ഷൻ. ഈ റിയാക്ഷനുകളൊക്കെ വെരി ഇമ്പോർട്ടൻ്റാണ്. ഈ സാൻമയേഴ്സിൻ്റെ കൂടെ മക്കളെ ഡയസോട്ടൈസേഷന് കൂടി ഒന്ന് നോക്കി വെച്ചാൽ അത് വളരെ നന്നായിരിക്കും. ഡയസോട്ടൈസേഷൻ റിയാക്ഷൻ. ക്ലിയർ ആണല്ലോ. അപ്പം ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഹാലോ ആൽക്കെയിൻസ് ആൻഡ് ഹാലോ അരീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പബ്ലിക് എക്സാമിന് എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ്. ഇത്രയും റിയാക്ഷൻസ് ആണ് എന്നുള്ളത് മക്കളൊന്ന് ഓർത്ത് വെക്കണം. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അടുത്തത് ആൽക്കഹോൾ, ഫിനോൾ ആൻഡ് ഈതേഴ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ അതിലെ ക്യുമീൻ പ്രോസസ്സ് വളരെ ഇമ്പോർട്ടൻ്റാണ്. കോൾബ്സ് റിയാക്ഷൻ അറിയാം, സാലിസിലിക് ആസിഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാ. റീമർ ടീമൻ റിയാക്ഷൻ സാലിസിൽ ആൽഡിഹൈഡ് ഉണ്ടാക്കുന്ന റിയാക്ഷനാ. വില്യംസൺസ് ഈതർ സിന്തസിസ് ഈതറിൻ്റെ പ്രിപ്പറേഷനിലുള്ള റിയാക്ഷനാ. ലൂക്കാസ് ടെസ്റ്റ് നിങ്ങൾക്കറിയാം, പ്രൈമറി സെക്കൻഡറി ടെർഷറി ആൽക്കഹോളുകളെ വേർതിരിച്ചറിയുന്ന ആ ടെസ്റ്റിൻ്റെ പേരാണ് മക്കളെ ലൂക്കാസ് ടെസ്റ്റ്. അതും നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചാൽ അത് വളരെ നല്ലതാണ്. ഓക്കെ, ഇനി ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് അറിയാം. +2 കെമിസ്ട്രിയിലെ ഏറ്റവും ലാർജസ്റ്റ് ചാപ്റ്റർ ആണ് ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ്. ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. പക്ഷെ മക്കളെ നിങ്ങൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടത്, നിർബന്ധമായും ചോദിക്കുന്ന റിയാക്ഷൻസ്, ഒന്ന് റോസൺമൺസ് റിഡക്ഷനാ, ആൽഡിഹൈഡിൻ്റെ പ്രിപ്പറേഷനിലുള്ളതാ. സ്റ്റീഫൻസ് റിഡക്ഷന്, എറ്റാർഡ് റിയാക്ഷൻ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാൻ, ഗാറ്റർമാൻ റിയാക്ഷൻ, ഗാറ്റർമാൻ കോച്ച് റിയാക്ഷൻ ബെൻസാൽഡിഹൈഡ് ഉണ്ടാക്കാനാ. ക്ലെമൻസൺ റിഡക്ഷൻ, വോൾഫ് കിഷ്ണർ റിഡക്ഷൻ, ആൽഡോൾ കണ്ടൻസേഷൻ. ഒരാളും കൂടി നോക്കി വെച്ചോ, നല്ലതാണ്. ഹാലോഫോം റിയാക്ഷൻ, അതുകൂടി ഒന്ന് നോക്കി വെക്കണേ. ഹാലോഫോം റിയാക്ഷൻ, ഹാലോഫോം ഉണ്ടാക്കുന്ന റിയാക്ഷൻ. കന്നിസാരോ റിയാക്ഷൻ. ടൊളൻസ് ടെസ്റ്റും ഫെലിങ്സ് ടെസ്റ്റും ആരെ ഡിറ്റക്ട് ചെയ്യാനാടാ?
ആൽഡിഹൈഡിനും കീറ്റോണിനും തിരിച്ചറിയാനുള്ള 2 ടെസ്റ്റാണ് മക്കളെ, ഫെലിങ്സ് ടെസ്റ്റും ടോളൻസ് ടെസ്റ്റും. HVZ റിയാക്ഷൻ, ആരാ HVZ റിയാക്ഷൻ? ഹെൽ-വോളാഡ്-സെലിൻസ്കി റിയാക്ഷൻ. അതും നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം, വളരെ പ്രധാനപ്പെട്ട റിയാക്ഷനാ HVZ റിയാക്ഷൻ, ഹെൽ-വോളാഡ്-സെലിൻസ്കി റിയാക്ഷൻ. അപ്പം ഇതാണ് നിങ്ങളുടെ ആൽഡിഹൈഡ്, കീറ്റോൺ ആൻഡ് കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് മക്കൾ പഠിക്കേണ്ട റിയാക്ഷൻസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹെൽ-വോളാഡ്-സെലിൻസ്കി റിയാക്ഷൻ ഒക്കെ എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അടുത്തത് അമീൻസ് ആണ്. അമീൻസ് ചെറിയ ചാപ്റ്ററാണ്. ഗബ്രിയേൽ താലിമൈഡ് സിന്തസിസ്, പ്രൈമറി അമീൻ ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാ. ഹോഫ്മാൻ ബ്രോമമൈഡ് ഡീഗ്രഡേഷൻ, കാർബൈലമൈൻ റിയാക്ഷൻ, ഹിൻസ്ബർഗ് ടെസ്റ്റ്. ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ എവിടെ നോക്കിയാൽ മതി. അമീൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കേണ്ട 4 റിയാക്ഷൻസ് ആണ്. ഓക്കെ, ഇനി ബയോമോളിക്യൂൾസ് ചെറിയ ചാപ്റ്ററാണ്. ഇതിൽ ഗ്ലൂക്കോസും ഫ്രക്ടോസും പഠിക്കണം. അതിലൊരു കാര്യം ശ്രദ്ധിക്കണേ, ഗ്ലൂക്കോസിൻ്റെയും ഫ്രക്ടോസിൻ്റെയും സ്ട്രക്ചറുകൾ വരയ്ക്കാനാണ് പ്രധാനമായിട്ടും പഠിക്കേണ്ടത്. 2 ഡൈസാക്രൈഡുകൾ ഉണ്ടല്ലോ. ആരൊക്കെയാ ഡൈസാക്രൈഡുകൾ? നിങ്ങളുടെ സുക്രോസ് ഉണ്ട്, പിന്നെ മാൾട്ടോസ് ഉണ്ട്, പിന്നെ ലാക്ടോസ്. ഈ ആളുകളെ നിങ്ങൾ വിളിക്കുന്ന പേരാണ് ഡൈസാക്രൈഡ് എന്ന്. അപ്പോൾ ഇവരെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. ഡൈസാക്രൈഡുകളായ സുക്രോസ്, മാൾട്ടോസ്, ലാക്ടോസിനെ കുറിച്ചൊന്ന് അറിഞ്ഞിരിക്കണം. അമിനോ ആസിഡുകളുടെ ക്ലാസിഫിക്കേഷനും അതുപോലെ തന്നെ അമിനോ ആസിഡുകളുടെ ക്ലാസിഫിക്കേഷനും പിന്നെ അവിടെ നിന്ന് നിങ്ങൾ പ്രോട്ടീനെ കുറിച്ചും പഠിക്കണം. പ്രോട്ടീനിൽ എപ്പോഴും ചോദിക്കുക പ്രൈമറി, സെക്കൻഡറി, ടെർഷറി ആൻഡ് ക്വാട്ടർണറി സ്ട്രക്ചറുകളെ കുറിച്ചാണ്. പ്രോട്ടീൻ്റെ പ്രൈമറി, സെക്കൻഡറി, ടെർഷറി സ്ട്രക്ചറുകൾ പഠിക്കണം. വൈറ്റമിൻസ് സിമ്പിളാണ്, ചെറിയ ക്വസ്റ്റ്യനാണ്. വൈറ്റമിൻസ് ഇല്ലെങ്കിലുള്ള ഡെഫിഷ്യൻസിയാണ് അവിടുന്ന് ചോദിക്കാറ്. ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 2 ആൾക്കാരാണ് പഠിക്കാനുള്ളത്, DNA ആൻഡ് RNA. ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡും റൈബോ ന്യൂക്ലിക് ആസിഡും. മക്കളെ, ഇത്രയും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുകളാണ് നിങ്ങൾക്ക് +2 കെമിസ്ട്രിയിൽ പഠിക്കാനുള്ളത്. ഇത്ര പഠിച്ചാൽ +2 കെമിസ്ട്രി എക്സാം നമുക്ക് വളരെ ഈസി ആയിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളാണ് മക്കളെ. സാറ് നിങ്ങൾ വിചാരിക്കും സാർ എന്തുകൊണ്ടാണ് ഇങ്ങനെ, എടാ ഞാൻ ഹെഡിങ്ങുകൾ മാത്രമാണ് പറഞ്ഞു പോകുന്നത്. ക്ലാസ് ഒക്കെ ഓൾറെഡി നമ്മൾ പറഞ്ഞല്ലോ, ഇനി ഹെഡിങ്ങുകളാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഹെഡിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ കാര്യങ്ങൾ ഇന്ന ടോപ്പിക്കുകൾ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ നിങ്ങളെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. ഈ ഐഡിയ വെച്ച് വേണം നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യാൻ. അപ്പോൾ പഠിക്കാനിരിക്കുമ്പോൾ ഈ ടോപ്പിക്കുകളൊക്കെ പ്രയോറിറ്റി ഉണ്ട് എന്നറിഞ്ഞാൽ ഇത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് കുറേയൊക്കെ സെറ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ മക്കളെ ഇത് പ്രോപ്പറായി സെറ്റാക്കി നോക്കി പഠിക്കുക. ഈ ഓർഡറിൽ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളാണ് സാറ് പറഞ്ഞത്. അടിപൊളിയായിട്ട് പഠിക്കുക മക്കളെ. ഓക്കെ.